എറണാകുളം കലൂരിലെ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കസേരയിൽ ഇരുന്ന ഉമാ തോമസിനോട് മറ്റൊരു സീറ്റിലേക്ക് മാറാൻ സംഘാടകർ ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതാ വീഴുന്ന ദൃശ്യങ്ങൾ വളരെ കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദൃശ്യങ്ങൾ. കാരണം വളരെ പതുക്കെയാണ് കയറി ചെല്ലുന്നതും ശ്രദ്ധയോടെയാണ് ഉമാ തോമസ് അങ്ങോട്ടേക്ക് വേദിയിലേക്ക് എത്തുന്നതും. പക്ഷേ അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ മുൻനിരയിലെ കസേര അതിന് ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ അഥവാ ഒന്ന് കാല് തെറ്റിയാൽ ഒന്ന് പിടിക്കാൻ പോലും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. സമീപത്ത് നിന്നിരുന്ന മറ്റൊരു സ്ത്രീ മറികടന്ന് പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നടക്കാനിടമില്ലാത്ത വിധമാണ് വേദി ഒരുക്കിയതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത്, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പറയുകയാണ്. ഇതുവരെയും നമുക്ക് ലഭിച്ചിരുന്നത് ഉമാ തോമസ് വീണതിന് ശേഷമുള്ള ദൃശ്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വേദിയിൽ അന്ന് എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന അപകടത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉമാ തോമസ് ആദ്യം വന്ന് അവർ ഒരു ചെയറിലിരിക്കുന്നുണ്ട്. അതിനുശേഷം അവരോട് അങ്ങോട്ടേക്ക് മാറിയിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആ മാറുന്നതിനിടെ ഒരു സ്ത്രീയെ മറികടന്ന് പോകുന്നതിനിടെയാണ് ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അപകടത്തിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ വ്യക്തമാണ് ആ സ്റ്റേജ് നിർമ്മിച്ചതിലെയും ആ സംഘാടനത്തിലെയും പാകപ്പിഴ. അശ്വതി, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവ് വേണ്ട. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാവുകയാണ്. കാരണം സംഘാടനത്തിൽ എന്ത് വീഴ്ചയുണ്ടായി, എന്താണ് അവിടെ സ്റ്റേജിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതെല്ലാം തന്നെ ആ പരാതികൾ ഉയർന്നിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. അത് നേരത്തെ അവർ പറഞ്ഞിരുന്നത് അത് അവിടെ ഒരു വരി കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടന്നു പോകാൻ അതിന് സാധിക്കുമായിരുന്നു എന്നതെല്ലാം തന്നെ പല വാദങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം തന്നെ നമ്മൾ ദൃശ്യമാധ്യമ പ്രവർത്തകരടക്കം ഇതിൽ ആദ്യം വന്ന ആ വിഷ്വൽസ് അടക്കം വെച്ച് പറഞ്ഞിരുന്നു, ഉദാഹരിച്ചിരുന്നു. അതിൽ ഒരാൾക്ക് നടക്കാനുള്ള വീതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും അതിനെയും ഖണ്ഡിക്കാൻ പല ശ്രമങ്ങളും സംഘാടകരെയോ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ആ ഒരു കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമേ അതിൽ ആ മുൻവരിയിലെ കസേരയ്ക്ക് ഇപ്പുറം ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിലിരിക്കാൻ ശ്രമിച്ച കസേരയ്ക്ക് അപ്പുറത്തേക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അവരെ അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് അവിടെ നിന്ന് കാല് വഴുതി വീഴുന്നത്. അതിനൊപ്പം തന്നെ അവിടെ ഒരു ബാരിക്കേഡ് എന്ന് പറയുന്ന ചെറിയ സംവിധാനം ഉണ്ടായിരുന്ന ഒരു ക്യൂ മാനേജർ, അത് മുഴുവനായിട്ട് തന്നെ അവർ ഉമാ തോമസിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇതിനപ്പുറം ഈ സംഘാടകരിൽ അവരെ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു എന്നതിനേക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നോട്ടം മാത്രമായിട്ട് അത് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് മുഴുവനായിട്ട് തന്നെയും ഒരു സംഘാടകരുടെ വീഴ്ചയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. എന്താണ് സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. ഇതിൽ സ്റ്റേജ് നിർമ്മാണത്തിൽ അടക്കം വീഴ്ച ഉണ്ടായിരുന്നു. സ്റ്റേജ് നിർമ്മാണം മാത്രമല്ല, സ്റ്റേജ് അവരോട് നിർമ്മിച്ച് നൽകാൻ പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം, ആരൊക്കെ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലൊരു അവിടെ നടക്കാനുള്ള വീതിയും കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും സംഘാടകരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവരുള്ള ഒരു വേദി കൂടിയാണ്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതാണ്. അതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കേസിൽ സംഘാടകരുടെ കൃത്യമായ അവരുടെ ഒരു കുറ്റകൃത്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അവർ സംഘാടകരടക്കം ആ വേദിയിലുണ്ട്. അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് മാറിയിരിക്കാനും കാര്യങ്ങൾ. അതെ ഡാനി, അത് സിജോയ് വർഗീസ് ആണ്. സിജോയ് വർഗീസിനെ നമുക്ക് വ്യക്തമായ വേദിയിൽ കാണാം. സിജോയ് വർഗീസ് ആണ് ഉമാ തോമസിനോട് പറയുന്നത് വേണമെങ്കിൽ അങ്ങോട്ടിരിക്കാം. ആ മുൻനിരയിലിരുന്ന സ്ത്രീയെ പുറകിലേക്ക് മാറ്റുന്നുമുണ്ട്. അതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സിജോയ് വർഗീസ് ആണ് ഉമാ തോമസിനോട് പറയുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വളരെ കൃത്യമാണ്. സിജോയ് വർഗീസാണ് അതിൽ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. നേരത്തെയും ഇതിന്റെ തുടക്കത്തിൽ തന്നെ, വളരെ തുടക്കത്തിൽ തന്നെ സിജോയ് വർഗീസ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംഘാടകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. മാത്രവുമല്ല പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സംഘാടനം സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്കെതിരെയും ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി അത് കൃത്യമായിട്ട് പറയുകയാണ്. ഈ സംഘാടകർ ഇവരെ മറ്റൊരു ഇടത്തേക്ക് മാറി ഇരിക്കാൻ നിർദ്ദേശിച്ചു
പ്രവേശിക്കുമ്പോൾ അവിടെ അതിന് നടന്നു പോകാൻ പോകുന്നൊരു സ്ഥലം പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പുറത്തേക്ക് നീങ്ങാൻ പോലുള്ള ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അതുമാത്രവുമല്ല, ഇവർ വളരെ പ്രയാസപ്പെട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അവർ കയറി വരുന്നത്. കാരണം ഇത് ഈ മൈതാനത്ത് നിന്ന് മറ്റൊരു കോണി വഴി മുകളിലേക്ക് കയറി ഇവിടേക്ക് എത്തുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് പങ്കെടുക്കുന്നവർ ആരാണ്, അവരുടെ ആരോഗ്യസ്ഥിതികൾ എന്തെല്ലാം, ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഈ ഒരു വേദി നിർമ്മിച്ചിരിക്കുന്നത്. ഈ സംഘാടനത്തിൽ വന്ന വലിയ കെടുകാര്യസ്ഥത തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒരു സംശയവുമില്ല, ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാകും. ഇതിന് അവർ കൃത്യമായി ഉത്തരം പറഞ്ഞേ മതിയാവൂ. നേരത്തെയും ഇവിടെ DCC കോൺഗ്രസ് നേതൃത്വം എല്ലാം ഒരുമിച്ച് ആവശ്യപ്പെട്ടത് ഇത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇത് നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നത്, അന്ന് ആശുപത്രിയിൽ പിറ്റേ ദിവസം പറഞ്ഞിരുന്നത് സംഘാടനത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. സംഘാടനം മികച്ചതായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വന്നത് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചില്ല എന്നതാണ്. അത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് അവർ ഒരുക്കേണ്ടതായിരുന്നു. അപ്പോഴും സംഘാടകരല്ല ഇതിൻ്റെ ഒരു ഉത്തരവാദി എന്നൊരു ചോദ്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം വ്യക്തമാവുകയാണ്. ആർക്കാണ് ഇതിന് പരിപൂർണമായ ഉത്തരവാദിത്വം എന്നത്. അതവിടെ കസേര മാത്രം ഇതെല്ലാം സംഘാടനം എന്ന് പറഞ്ഞ സജി ചെറിയാൻ അവിടെ തൊട്ടടുത്തുണ്ട്. സജി ചെറിയാന്റെ അടുത്തേക്ക് ഉമാ തോമസ് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഡാനി. കാരണം ഒരു കസേരയിൽ ഇരുന്നതാണ് ഉമാ തോമസ്. ആദ്യം വന്ന ആ വേദിയിൽ ആ കസേരയിൽ വളരെ സേഫായി ഇരിക്കുന്നു. അതിനുശേഷം സിജോയ് വർഗീസ് പറയുന്നതിനനുസരിച്ചാണ് സജി ചെറിയാന്റെ അടുത്തേക്ക് ആ കസേരയിലേക്ക് ഇരിക്കാനായി പോകുന്നത്. ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഉമാ തോമസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അബദ്ധം പറ്റിയതോ അല്ലെങ്കിൽ ഉമാ തോമസ് ശ്രദ്ധിക്കാതെ പോയതോ ശ്രദ്ധക്കുറവോ അല്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് ഡാനി. വളരെ കൃത്യമാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവും ഇതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് പറയാനായിട്ട് വേണ്ട എന്നുള്ളതാണ്. കാരണം ഇത് ഉമാ തോമസ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ വളരെ ഒതുങ്ങി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി തന്നെ തീർച്ചയായും അവരെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് സംഘാടകനായ സിജോ വർഗീസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവർ പിറകിൽ നിന്ന് പറയുന്നുണ്ട് അടുത്ത സീറ്റിലേക്ക് എന്ന് പറയുമ്പോൾ അത് നീങ്ങിയിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിന് തൊട്ട് മുന്നിൽ ഒരാൾ കൂടിയുണ്ട്. അവരെ പോലും മറികടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥല സംവിധാനമോ കാര്യമോ ഒന്നും തന്നെയില്ല. ഇത്രയും ഉയരത്തിൽ, ഇത് ഒരു 15 അടിയോളം ഉയരത്തിൽ എന്ന് FIR-ൽ തന്നെ പറയുന്നിടത്ത് ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരാളെ മറികടന്നോ ഏതെങ്കിലും ഒരു അടിയൻ സാഹചര്യത്തിൽ നീങ്ങിപ്പോകാൻ കഴിയാവുന്നതുമായ യാതൊരു രീതിയിലുള്ള ആലോചനകൾക്കോ ഒന്നിനും ഇടം നൽകാതെ തന്നെയാണ് അവിടെ ഇത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആലോചന ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. തോന്നിയ വഴി അത് ഈ സംഘാടനം നടത്തിയെന്നും മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. തോന്നും വഴി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഈ അപകടത്തിലേക്ക് ഇവരെല്ലാം തന്നെ നയിച്ചത്. അവിടെ മന്ത്രി അടക്കം മറ്റെല്ലാവരും തന്നെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പാലിക്കേണ്ട ഒരു പ്രോട്ടോകോൾ എന്ന മിനിമം മര്യാദ പോലും ഇല്ലാതെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും വലിയ വാലിൽ സംഘാടകർ ഇപ്പോഴും തന്നെ തങ്ങൾക്ക് യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. പറ്റിയതെല്ലാം തന്നെ ഉമാ തോമസ് അവിടെ നിന്ന് MLA അവിടെ നിന്ന് തെന്നി വീണു എന്ന രീതിയിൽ തന്നെ ആണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഈ സംഘാടനത്തിലെ വലിയ പിഴവ് തന്നെയാണ്. ഈ സംഭവം ഉണ്ടായി വിശദീകരണം ചോദിച്ചപ്പോൾ അവർ സംഘാടകർ ആദ്യം പറഞ്ഞ വാദം ഇതാണ്: കാഴ്ച മുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഒന്നും തടസ്സം വെക്കാത്തതെന്ന്. ഈ റിബൺ വലിപ്പത്തിൽ ഒരു ഇരുമ്പ് കമ്പി ബലമായി കെട്ടിയിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. ഉമാ തോമസ് അവിടെ ഒന്ന് പാളിപ്പോകുമ്പോൾ, ഒന്ന് പിടിക്കുമ്പോൾ അവിടെ നിന്നേനെ ഉമാ തോമസ്. പക്ഷെ അത് റിബൺ ആയിപ്പോയി എന്നുള്ളതാണ്. കാഴ്ച മറയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറയുകയായിരുന്നു അവർ. വെറും മുട്ടാപ്പോക്ക് മാത്രമല്ല, ഇതിൽ യാതൊരു യുക്തിയും ഇല്ലാതെ ഈ കാര്യങ്ങൾ സുരക്ഷ എന്നത് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. അവരാകെ ശ്രദ്ധിച്ചിരുന്നത് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കാം ചിന്തിച്ചിട്ടുള്ള തോന്നുക. കാരണം അതിനപ്പുറത്തേക്ക് ഇതിൽ പങ്കെടുക്കുന്നവർ, ഇതിൽ കാണാൻ ഇവിടേക്ക് എത്തുന്നവർ, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സുരക്ഷയും കാര്യങ്ങളും ഒരുക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ എന്ന്
പറയുന്നത് പോലും സംശയകരമാണ്. കാരണം ഈ രീതിയിലായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ സംഘാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരോട് ഇന്ന് കോടതി നിർദ്ദേശപ്രകാരം പോലീസിന് മുൻപാകെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് ഈ സംഘാടനം സംബന്ധിച്ച് മറ്റൊരു കാര്യങ്ങളും അന്വേഷണത്തിന് പോലും വേണ്ട. കാരണം ഇവർ ഈ രീതിയിലാണ് ഇതെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ്, ആരുടെ ലാഭത്തിന് വേണ്ടിയാണ് എന്ന വലിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സംഘാടനം സംബന്ധിച്ച വലിയ ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് ഉമാ തോമസ് MLA അവിടെ നിന്ന് തെന്നി വീണു, അത് അവർക്ക് ബാലൻസ് കിട്ടിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ്, ആർക്കാണ് ഇതുപോലുള്ള ചെറിയൊരു സംവിധാനത്തിലൂടെ നടന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയും? അത്ര അഭ്യാസികളായ ആരും തന്നെയും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇപ്പോൾ ആ അപകടം ഉണ്ടായത് എങ്ങനെ എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. ഉമാ തോമസിന് ഒരു ശ്രദ്ധക്കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സ്റ്റേജ് കെട്ടിയത് മോശമായ രീതിയിലാണെന്നും അവിടെ സ്ഥലമില്ലായിരുന്നു എന്നുള്ളതും ഒക്കെ അതിൽ വ്യക്തമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 ദിവസക്കാലമായി അപകടം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചു. എത്ര ഗുരുതരമായ രീതിയിലാണ് ഈ സംഘാടകരുടെയും അതിന് അനുമതി കൊടുക്കേണ്ട അധികൃതരുടെയും ഭാഗത്ത് നിന്നുള്ള അലംഭാവം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് നടപടിയാണ് ഇതുവരെ സർക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സ്വീകരിച്ചത്? നിങ്ങളൊന്ന് നോക്കി. മന്ത്രി സജി ചെറിയാൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ കാല് വെച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജാണ്. അവർക്ക് തന്നെ ഇത് അപകടമുണ്ടാകും എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സജി ചെറിയാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞത് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. ഈ നമ്മളൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമ്മളാണെങ്കിൽ പോലും നമ്മൾ പറയും ഈ സ്റ്റേജിൽ അപകടമുണ്ടാകും, നിങ്ങൾ കസേര പുറകിലേക്ക് മാറ്റിയിടണം, ആളുകൾക്ക് താഴേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്, ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. ഇവരാരും ഒന്നും മിണ്ടിയില്ലല്ലോ. ഉമാ തോമസ് വന്ന് അവിടെ ഇരുന്ന് ഇവരെ വിഷയതതിന് ശേഷമല്ല അവർ താഴേക്ക് വീഴുന്നത്. അവർ വീണതിന് ശേഷവും ഈ പരിപാടി അവർ തുടർന്നു. അവർക്ക് പ്രശസ്തിയും പണവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി. അപ്പോൾ ആരോടാണ് നീതി പുലർത്തിയത്? അതിനുശേഷം 5 ദിവസക്കാലം കഴിഞ്ഞു. ഈ പ്രതികൾക്കെതിരായ ആദ്യം ജാമ്യം കിട്ടുന്ന വകുപ്പിട്ട് കേസെടുത്തു. അതിനുശേഷമാണ് ഞങ്ങളുടെ എല്ലാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തു. ഇപ്പോൾ ഈ പങ്കെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരിൽ നിന്ന് ഭീമമായ തുകയാണ് ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിയത്. 300 രൂപയ്ക്ക് കിട്ടേണ്ടിയിരുന്ന സാരി കൊടുത്തത് 1600 രൂപയ്ക്കാണ്. അപ്പോൾ എത്രത്തോളമാണ് ഇതിനകത്ത് ക്രമക്കേടുകൾ ഉണ്ടായത്? ഇതിന്റെ എല്ലാം പിന്നിൽ വെറുതെ ഒന്നും കോർപ്പറേഷൻ പറയുന്നത് പോലെ ഞങ്ങൾ അറിഞ്ഞില്ല ഈ പരിപാടി. കൊച്ചിയിൽ നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10-12,000 കുട്ടികൾ അവരുടെ മാതാപിതാക്കളും 10-25,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയാ? കൊച്ചിൻ കോർപ്പറേഷൻ മേയറെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്താ പറയാ? ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നവർ കോർപ്പറേഷനിൽ ഒരു കടലാസ് കൊണ്ടുവന്നു കൊടുത്ത് അനുമതി ചോദിച്ചപ്പോൾ ഇതൊന്നും അനുമതി വേണ്ട എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചവരാണ് എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നവരൊക്കെ ഇത് ഈ കള്ളത്തരം പറയുന്നവരാണ്. GCDA ചെയർമാൻ ഉൾപ്പെടെ ആ വേദിയിലുണ്ട്. അപ്പൊ GCDAക്കും ഇതിന്റെ ഉത്തരവാദിത്വമില്ലേ? അതാണ് ശ്രീ മുഹമ്മദ് ഷിയാസ് ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സജി ചെറിയാന് വ്യക്തമായി മനസ്സിലാകുമല്ലോ ആ വേദിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ അത് തിരുത്തി പറയുന്നു എന്നുള്ളതാണ് ഒന്ന്. മറ്റേത് സിജോയ് വർഗീസ് എന്ന് പറയുന്ന ആ സംഘാടകരിൽ ഒരാളായ നടൻ, അദ്ദേഹം ആ വേദിയിലുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന അദ്ദേഹം ആ വേദിയിലുണ്ട്. അദ്ദേഹം തലയിൽ കൈവയ്ക്കുന്നുണ്ട്, ഉമാ തോമസ് താഴെ വീഴും. ഇതൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പിന്നെ സംഘാടക മികവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഇതിന്റെ എല്ലാം പിന്നിൽ ഇവർക്കൊക്കെ പണം കിട്ടുന്നുണ്ട്, പ്രശസ്തി ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അതല്ലേ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ വീണത് ആരുമാകട്ടെ അത് അവര് നോക്കിക്കോളും, അല്ലെങ്കിൽ അവരിനി അനുഭവിച്ചോളും എന്നുള്ള ഒരു മനസമീപനമല്ലേ ഈ മനുഷ്യത്വമില്ലാത്ത ഈ വർഗത്തിന്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും മനുഷ്യത്വമുള്ള ഒരാൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന മനുഷ്യത്വമുള്ള ഒരാൾ അപകടത്തിൽപ്പെട്ടത് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാൻ പോലും ഇവരാരെങ്കിലും തയ്യാറായി? ഈ മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോ? ഇവർക്കൊക്കെ എന്താ ചുമതല? ഈ പോലീസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടല്ലേ ശമ്പളം വാങ്ങുന്നത്. ഒരു സാമാന്യ മര്യാദയെങ്കിലും അവർക്ക് കാണിക്കാമായിരുന്നു. അവരെ അത് ആരും കാണിച്ചില്ല.
അവിടെ ഈ 12,000-ഓളം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവിടെ കുട്ടികൾ വീഴും, നമുക്കറിയാം, തലകറങ്ങി വീഴുന്ന കുട്ടികൾ ഉണ്ടാകും. ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിൽ കൊണ്ട് ഇത് MLA എങ്ങനെയാ കൊണ്ടുപോയത്? 8-10 പേര്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ തന്നെ നിങ്ങൾ അത് എടുത്തുകൊണ്ടുപോയി. MLA എടുത്തുകൊണ്ട് എന്നാ അവിടെ ഏതെങ്കിലും വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ട്രക്ചറുമായി വന്ന് ഈ അപകടങ്ങൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ അപകടങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് എപ്പോഴും പറയുന്ന ഈ പോലീസുകാരും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കാണുകയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച ആ വിഷയം വളരെ ഗൗരവമാണ് മുഹമ്മദ് ഷിയാസ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും അധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒരു വലിയ തിരക്കുണ്ടായാൽ പോലും അവിടുന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ കുട്ടികളെയോ അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെടുന്നവരെ ഒന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ആംബുലൻസ് പോലും അവിടെ വേദിക്കരികിൽ ഉണ്ടായിരുന്നില്ല. ഈ സ്ട്രെച്ചറിലല്ലാതെ ഇത്തരത്തിൽ മുകളിൽ നിന്നൊക്കെ വീണ് എല്ലിനൊക്കെ പരിക്കേൽക്കുന്ന രോഗികളെ അങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. ഇല്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ഒരു മന്ത്രിയുടെ സംരക്ഷണ ഈ സംഘാടകർക്ക്, ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇതെല്ലാം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണ കൊടുത്ത് അവർക്ക് ഈ സാമ്പത്തിക തട്ടിപ്പടക്കം, ഈ കുട്ടികളെ അടക്കം പറ്റിക്കാനും ഇത്തരത്തിൽ യാതൊരു അനുമതികളും വാങ്ങിക്കാതെ എന്തും ചെയ്യാനും കഴിയാവുന്ന രീതിയിലേക്ക് പോകുന്നത് സംസ്ഥാനത്തെ ഒരു ഉന്നതനായ ഒരു മന്ത്രിയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഴുവൻ പിന്തുണയും ഈ അധികാരി വർഗത്തിന്റെ, കൊച്ചിൻ കോർപ്പറേഷന്റെയും GCDയുടെയും ഒരു അനുമതിയും ഇല്ലാതെ ഇത്തരത്തിൽ എന്ത് കാണിക്കാനും ഇവർക്ക് അനുമതി കൊടുത്തത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ ഉള്ളത് കൊണ്ടാണ്. അതുള്ളത് കൊണ്ട് ഇനിയും ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത്. നമുക്കതല്ല ഉണ്ടാകുന്നത്. നാളുകളിൽ ഇവിടെ ഉണ്ടാകുന്ന കൊച്ചിയാണ് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. എത്രയോ പരിപാടികൾ ഓരോ ദിവസവും നടക്കുന്നു. ഇത്തരത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന നിരവധി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താവുന്ന സാഹചര്യം ഒരുക്കുന്നത് നമുക്ക് അറിയാം. കൊച്ചി സർവകലാശാലയിൽ അതുപോലെ യഹോവ സാക്ഷികളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഈ അപകടങ്ങളെല്ലാം ഉണ്ടായപ്പോൾ സർക്കാർ ഈ മാനദണ്ഡങ്ങളെല്ലാം പുനർനിർണയിച്ച് ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് വേണം പരിപാടി നടക്കാൻ എന്ന് ചുമതലപ്പെടുത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കാം. ഇവരൊക്കെ എന്ത് പണിയാണ് എടുക്കുന്നത്? ഇവരെന്ത് ജോലിയാണ് എടുക്കുന്നത്? ഒരു ജോലിയും എടുക്കാതെ വെറുതെ വന്ന ആളുകൾക്ക് മുമ്പിൽ വന്ന് ഈ ഷോ ഓഫ് കാണിക്കുന്നതല്ലാതെ ആ ആളുകളുടെ മുമ്പിൽ കാണിച്ച ഈ ഷോ ഓഫിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി. വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് ഷിയാസ് ആണ്, DCC പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എന്ത് നടപടിയെടുത്തു എന്നതിലാണ് ഇനിയുള്ള ചോദ്യമുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ വ്യക്തമാകാതിരുന്ന കാര്യങ്ങൾ ഇത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഉമാ തോമസ് എത്തുന്നു, അവർ ആ ഒരു കസേരയിലേക്ക് അവർ ഇരിക്കുന്നു. അവിടെ നിന്ന് മാറിയിരിക്കാൻ സിജോയ് വർഗീസ് അങ്ങോട്ടേക്ക് മാറിയിരിക്കാൻ, ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, മന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്, അങ്ങോട്ടേക്ക് മാറിയിരിക്കാനായിരിക്കണം സിജോയ് വർഗീസ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഉമാ തോമസ് വീണ ശേഷം സംഘാടനത്തിൽ പിഴവുണ്ടായില്ല, വേദി മനോഹരമായ സൗകര്യങ്ങളുള്ള വേദിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത. ആ വേദിയിലുണ്ടായിരുന്ന സജി ചെറിയാനും ആ സംഘാടകരെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, മുഹമ്മദ് ഷിയാസ് പറഞ്ഞതുപോലെ ഇതിൽ എന്ത് നടപടി ഉണ്ടായി? ഇത്രയും ഇപ്പോൾ ഇതാ ഈ തെളിവ്, ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന വലിയ തെളിവല്ലേ? ഡാനി, ഇതുവരെ ഇനിയിപ്പോ തെളിവില്ലായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ആ വേദിയെ കുറിച്ച് നമ്മൾ ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഡാനിയെ പോലുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും അവിടെ പോയി ചെയ്തതാണ്. ഇങ്ങനെയാണ് കയറി വന്നത് അവിടെ. ഇതിപ്പോൾ അതിന്റെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ അടക്കം വെളിയിൽ വന്നിരിക്കുന്നു. ഇതൊരു വലിയ തെളിവല്ലേ ഈ കേസിൽ? തീർച്ചയായും അശ്വതി, വലിയ തെളിവ് തന്നെയാണ്. കാരണം ഇതിൽ സംഘാടനത്തിന് ഒരു വീഴ്ച എന്നത് സംബന്ധിച്ച്, സുരക്ഷാ കാര്യങ്ങളിൽ നിന്ന് ക്രമീകരണം സംബന്ധിച്ചും കാര്യങ്ങളും എല്ലാം തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇനിയിപ്പോൾ ഇത് നിർണയങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമോ വിശദീകരണമോ ഒന്നും തന്നെ വേണ്ടാത്ത അവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യലടക്കം ഇന്ന് നടക്കേണ്ട ദിവസം കൂടിയാണ്. കാരണം ഇന്ന് ഇവരോട്
ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേരോടും ഇതിൽ ഓസ്കാർ ഇവന്റ്സിന്റെയും അതോടൊപ്പം തന്നെ മൃദംഗാഭിഷിന്റെയും പ്രധാനപ്പെട്ടവരോടാണ് ഇന്ന് ഹാജരാകാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി മുന്നോട്ട് വരും. കാരണം ഇവർക്കെല്ലാം തന്നെയായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. കാരണം ഇതിലെ ഈ സംഘാടന ആരാണ് ഗസ്റ്റ് ഉണ്ടായിരുന്നത്, അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർക്കും ഉത്തരവാദിത്തമുള്ളവർ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിന്ന് ഇവരോട് വിശദീകരണം തേടുകയും ചെയ്യുന്നുണ്ട്. മൃദംഗാഭിഷൻ MD നികോഷ് കുമാറും അതോടൊപ്പം തന്നെ ഓസ്കാർ ഇവന്റ്സ് മാനേജിംഗ് പ്രൊപ്പറേറ്റർ PS ജനീഷ് കുമാറിനോടുമാണ് ഇന്ന് 2 മണിക്ക് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. ഈ സംഘാടനത്തിലെ ഗുരുതരമായ വീഴ്ചകൾ സംബന്ധിയായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഇത്രയും ഉയരത്തിൽ ഒരു സ്റ്റേജ് എങ്ങനെയാണ് ഇതിൽ ക്രമീകരിക്കാൻ കഴിയുക? നിങ്ങൾ അതിലെ ഒരു സുരക്ഷാ കാര്യങ്ങളെ കുറിച്ച് യാതൊരു രീതിയിലും ആലോചിച്ചില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും. അതിലൊരു സംശയവുമില്ല. അത് മാത്രവുമല്ല, ഇതിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലടക്കം പല രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കാരണം താഴേക്ക് വീഴുമ്പോൾ ഇതിൽ അവിടെ ഓടിയെത്തേണ്ട ഈ ഫസ്റ്റ് എയ്ഡ് അടക്കം നൽകേണ്ട സംവിധാനങ്ങൾ അതെവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്ട്രക്ചർ പോലും ലഭ്യമല്ലാതായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് അതിലേക്ക് വരാം. അതൊരു വലിയ വിഷയമായിരുന്നു. ഈ ദൃശ്യങ്ങൾ വന്ന സാഹചര്യത്തിൽ അതുകൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവായ ബിജി ഹിലാൽ ചേരുകയാണ്. ബിജി, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. ഉമാ തോമസ് ആ വേദിയിലേക്ക് വരുന്നു. ഒരു കസേരയിൽ അവർ ഇരിക്കുകയാണ്, സേഫായി സുരക്ഷിതയായി ഇരിക്കുന്നു. അതിനുശേഷം സംഘാടകരിൽ ഒരാൾ പറയുന്നതനുസരിച്ച് അപ്പുറത്തേക്ക് മാറുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതെ 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 കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാവ് എന്നതിലപ്പുറം ഉമ്മച്ചേച്ചിയുമായിട്ടുള്ള എന്റെ വ്യക്തിബന്ധം എന്റെ 32 വർഷത്തെ സൗഹൃദമാണ് PT-യുടെ പെങ്ങളുടെ മകൾ സോണിയയുമായി എനിക്കുള്ളത്. ആ നിലയ്ക്ക് ഉമ്മച്ചേച്ചി എന്ന് പറയുന്നവരോടുള്ള വ്യക്തിബന്ധം എനിക്ക് ഈ അപകടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്കെതിരെ ഒരു FIR ഇട്ടുകൊണ്ട് അന്വേഷണത്തിന് ഞാൻ മുന്നോട്ട് വന്നതുപോലും. അപ്പൊ അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ ഇപ്പൊ അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഈ നടപടികളിലൊക്കെ എനിക്ക് വളരെയേറെ തൃപ്തിയുണ്ട്. രണ്ടാമത് ആ വീഴ്ചയിൽ അതിനോടൊപ്പം ഉമ്മച്ചേച്ചിയുടെ തൊട്ടടുത്ത് നിന്ന ആളാണ് പൂർണിമ. ഈ പൂർണിമയ്ക്കെതിരെ നമ്മൾ ആ FIR-ൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്തുകൊണ്ടാണ് പൂർണിമയിലേക്ക് പോയെന്ന് പലരും ചോദിച്ചപ്പോ ഇപ്പൊ ആ ദൃശ്യം കണ്ടപ്പോ എനിക്ക് ഒരു സമാധാനം തോന്നി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ തൊട്ടടുത്ത് നിന്നാണ് ഇങ്ങനെ ഒരു MLA താഴെ വീഴുന്നതെങ്കിൽ ആ നിമിഷം ഞാൻ താഴെ ഇറങ്ങി വരികയും അതിനോടൊപ്പം അതിൽ നിന്നും മുക്തമാകാതെ ചിലപ്പോൾ ആ പരിപാടിയിൽ പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഇവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആ പരിപാടി പൂർണ്ണമായും ഈ റെക്കോർഡിലേക്ക് പോകുന്ന സന്തോഷങ്ങളൊക്കെ പങ്കിടുമ്പോൾ എനിക്ക് ഈ ദൃശ്യം താഴെ വീഴുന്നത് കണ്ടതോടുകൂടെ മറ്റു ചില കാര്യങ്ങൾ പറയാം. അവിടെ വെഹിക്കിൾ എൻട്രിക്ക് കലൂർ സ്റ്റേഡിയത്തില് ഒരു സ്ഥലമുണ്ട്. അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ 2 സ്ഥലങ്ങളിൽ ദിവ്യ ഉണ്ണിക്കും ഇവർക്കും ഒക്കെ വേണ്ടിയിട്ട് കാരവൻ സ്റ്റേഡിയത്തിന്റെ സമീപം ഉണ്ടായിരുന്നു. ആ കാരവൻ ഇപ്പോഴും അവിടെ പൂട്ടിക്കിടക്കാണെന്നാണ് അറിവ്. അതോടൊപ്പം തന്നെ അവിടെ എന്ത് പരിപാടി നടന്നാലും സ്ട്രെച്ചറുമായി കുറച്ചു പേരുണ്ടായിരിക്കും. ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ സെറ്റ് ഇടുന്നതാണ്. ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു MLA വീണിട്ടും ഒരു ഞടുക്കവും ഇല്ലാതെ ആ പരിപാടിയിൽ തുടരുന്നവരെ എല്ലാം മനുഷ്യത്വരഹിതമായവരെന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഹ്യൂമൻസ് എന്ന് പറയാനേ കഴിയില്ല. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കാരവൻ അതിനുള്ളിൽ കയറിയതെന്നും ആംബുലൻസ് കയറാതിരുന്നതെന്നും ഒരു മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് സംഘം പോലും അവിടെ ഇല്ലാതിരുന്നതെന്നും എല്ലാം അന്വേഷിക്കണം. മാത്രമല്ല ഈ പരിപാടിയിൽ ഒരു പിഴവും ഇല്ല എന്ന് പറയുന്ന സംഘാടകരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ പിഴവുകൾ നടത്തിയിട്ടും മുന്നിൽ വന്ന് എങ്ങനെയാണ് ഒരു പിഴവില്ല എന്ന് പറയുന്നത്? അപ്പോൾ ആ വീഴ്ചയുടെ ആഘാതം ഇപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നടപടികളും ബിജി ഒന്ന് ക്ലിയർ ചെയ്ത് പോട്ടെ. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങൾ വന്നപ്പോൾ താങ്കൾ പറഞ്ഞ പൂർണിമ എന്ന് പറയുന്ന സ്ത്രീയാണോ ആ പിങ്ക് കളർ സാരി ഉടുത്തുള്ളത്? അതെ അതെ, പിങ്ക് കളർ സാരി ഉടുത്തു പോകുന്നത് പൂർണിമയാണ്. ഈ പൂർണിമ സംഘാടകരിലുള്ള ആളാണോ? പൂർണിമ സംഘാടനത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മൃദംഗാവിഷന്റെ ഒരു ലിങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇവരുടെ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിനു ശേഷം പൂർണിമയെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്താണെന്നും അമേരിക്കയിലാണെന്നും എല്ലാം പറയുന്നുണ്ട്.
അപ്പൊ അതിൽ നിന്നും ഈ പൂർണിമ വഴിയാണോ ദിവ്യ ഉണ്ണി ഇതിലേക്ക് വന്നതെന്നുള്ളത് ഒരു സംശയം കൊണ്ടാണ് അവർക്കെതിരെയും FIRൽ ഒരു പ്രതിയായി വരട്ടെ എന്ന് ഞാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഏത് രീതിയിലാണ് പൂർണിമയ്ക്കെതിരെ ഇപ്പോൾ ഈ കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? FIRൽ എന്താണ് പറയുന്നത്? പൂർണിമയ്ക്കെതിരെ ഏത് രീതിയിലാണ്? ഈ വഞ്ചന കുറ്റമാണ് നമ്മൾ ഇവർക്കെതിരെ FIRൽ 3 വകുപ്പുകൾ ചേർത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പ്രതികൾക്കെതിരെ FIR ഇട്ടത്. അപ്പോ ഇതിനകത്ത് പൂർണിമയും കൂടെ വരട്ടെ. നമുക്ക് ശരിക്കും ഇതിന്റെ മുന്നിൽ ആരൊക്കെയുണ്ട് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ എങ്കിലും നമ്മളുടെ മനസ്സിൽ ഇതിനകത്ത് പ്രാധാന്യത്തോടു കൂടി അവർ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഘോഷത്തിൽ വ്യക്തമായി പറയുകയും വളരെയേറെ നന്ദി അറിയിക്കുകയും ചെയ്ത ഒരാളാണ് പൂർണിമ. ബിജി, ഒന്ന് തുടരണം. ഇപ്പോൾ നമ്മൾ GCDA ചെയർമാനെ വിളിച്ചിരുന്നു, ചന്ദ്രൻപിള്ളയെ. ശ്രീ ചന്ദ്രൻപിള്ളയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോഴും പ്രതികരിക്കാനൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെന്നൊന്ന് അറിയാനുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മൗനമാണ് എന്നുള്ളതാണ്. GCDA എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ ഒരു ബോഡി തന്നെയാണ്. GCDAയുടെ ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് GCDAയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള. GCDAയുടെ ഒരു ഓഫീസ്, GCDAയുടെ ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റിനും തന്നെ ഒരു ഓഫീസുണ്ട്, ഒരു സൈറ്റ് ഓഫീസുണ്ട്. അവിടെ ഒരു എഞ്ചിനീയർ സ്ഥിരമായി ഇരിക്കേണ്ടതാണ്. സ്വാഭാവികമായും ഈ പരിപാടി തുടങ്ങിയത് വൈകുന്നേരമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ആ സൈറ്റ് എഞ്ചിനീയർക്കുണ്ട്. അവിടെ നടന്നിരിക്കുന്ന അപാകതയുള്ള ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ GCDAയുടെ അനുമതി ഇല്ലാതെ നടന്ന ഒരു നിർമ്മാണമോ ആണെങ്കിൽ തീർച്ചയായും അതിനെ പൊളിച്ചു മാറ്റാൻ വരെ GCDAക്ക് അവകാശമുള്ളതാണ്. ഉണ്ട്, അത്ര ഒക്കെ ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിനൊന്നും പറയാനില്ലെന്ന് പറയുന്നത്. ബിജി, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ദൃശ്യങ്ങൾ ഏതോ ഒരു പ്രേക്ഷകനോ അവിടെ വന്നയാളോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സത്യം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നു. ഇതുവരെയും ഈ പരിപാടിയുടെ സംഘാടകർ, ഇപ്പൊ ഈ പരിപാടി നടക്കുകയാണല്ലോ, ആ സമയത്താണല്ലോ ഉമാ തോമസ് അങ്ങോട്ടേക്ക് വരുന്നത്, മന്ത്രി അടക്കം അവിടെയുണ്ട്. അപ്പൊ ഇതോടെ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല ക്യാമറകളിലായി. പക്ഷെ ഒരൊറ്റ ദൃശ്യം പോലും ഈ ഡാൻസിന്റേതല്ലാതെ അത് ഇതുവരെ വെളിയിൽ വന്നില്ല. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാം ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഈ നിഘോഷ് എന്ന് പറയുന്ന ആള് ചാനൽ പത്രക്കാരോട് ചോദിക്കുന്നു, നിങ്ങളും അവിടെ ഇല്ലായിരുന്നോ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന്. എന്നോട് പല മാധ്യമപ്രവർത്തകരും പറഞ്ഞാണ് അവര് നിന്ന സ്റ്റേജ് ആടുമായിരുന്നെന്ന്. അവര് നിന്ന സ്റ്റേജ് ആടുകയായിരുന്നു. അപ്പൊ പോലും പ്രതികരിച്ചില്ല ആരും. ഞങ്ങൾ നിന്ന സ്റ്റേജ് ആടിയിരുന്നില്ലേ, ഞങ്ങൾക്കും സുരക്ഷിതത്വം അവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് മാധ്യമപ്രവർത്തകരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ഈ ദൃശ്യം എങ്ങനെ മുങ്ങിപ്പോയി എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ച കാര്യമാണ്. ഇത്രയും ക്യാമറകൾ അവിടെ ഇരുന്നിട്ടും ഇന്നാണ് ഇത് പുറത്തു വരുന്നത്. ഇത് പുറത്തു വരട്ടെ. കാര്യം എന്താന്ന് വെച്ചാല് ഇത് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ജനപ്രതിനിധി വീണു, ഇതിന്റെ ആഴം, ഇതിന്റെ വ്യാപ്തി എല്ലാം വലുതാണ്. ഒരു 4-5 കുട്ടികൾ അവിടെ വീണിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായേനെ? തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അതീവ ദുഃഖം. MLA എത്രയും വേഗം സുഖപ്പെട്ടു വരട്ടെ. സാമ്പത്തികമായി ഇനി ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ കുറച്ചുകൂടെ ജാഗ്രത വരട്ടെ, നിയമങ്ങൾ മാറട്ടെ. ചില വാക്കുകൾ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായി വരട്ടെ, അന്വേഷണങ്ങൾ നന്നായി പുരോഗമിക്കട്ടെ. ശരി ബിജി, എന്തായാലും ബിജിയിലേക്ക് വീണ്ടും ബിജിയെ വിളിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ബിജി പോയിക്കോളൂ. എന്തായാലും ബിജി പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ഞങ്ങളും എടുക്കുകയാണ്. ഇതുവരെയും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല എന്നുള്ളത്. ഈ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതോ ഒരു മനുഷ്യൻ അവിടെ നിന്ന്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഏതോ ഒരു പ്രേക്ഷകന്റെ ആ